ഇരിമ്യാവ് 18 അധ്യായം 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. യഹോവയിൽ നിന്ന് ഇരിമ്യാവിനുണ്ടായ അരുളപ്പാടെന്തെന്നാൽ, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ വെച്ച് ഞാൻ നിന്നെ എന്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുമെന്നതുപോലെ നിങ്ങൾ എന്റെ കയ്യിലിരിക്കുന്നു. ഞാൻ ഒരു ജാതിയെക്കുറിച്ചോ ഒരു രാജ്യത്തെക്കുറിച്ചോ അതിനെ പറിച്ച് ഇടിച്ച് നശിപ്പിച്ചു കളയും എന്ന് അരുളി ചെയ്തിട്ട്, ഞാൻ അങ്ങനെ അരുളി ചെയ്ത ജാതി തന്റെ ദുഷ്ടത വിട്ട് തിരിയുന്നുവെങ്കിൽ അതിനോട് ചെയ്യുവാൻ നിരൂപിച്ച ഭോഷത്തെക്കുറിച്ച് ഞാൻ അനുതപിക്കും. ഒരു ജാതിയെക്കുറിച്ചോ രാജ്യത്തെക്കുറിച്ചോ ഞാൻ അതിനെ പണിയുകയും നടുകയും ചെയ്യും എന്ന് അരുളി ചെയ്തിട്ട് അതെന്റെ വാക്ക് കേട്ടനുസരിക്കാതെ എനിക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുന്നുവെങ്കിൽ അവർക്ക് വരുത്തും എന്ന് ഞാൻ അരുളി ചെയ്ത നന്മയെക്കുറിച്ച് ഞാൻ അനുതപിക്കും. ആകയാൽ നീ ചെന്ന് യഹൂദാ പുരുഷന്മാരോടും യെരൂശലേം നിവാസികളോടും പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങൾക്കൊരനർത്ഥം നിർമ്മിച്ചു, നിങ്ങൾക്ക് വിരോധമായി ഒരു നിരൂപണം നിരൂപിക്കുന്നു. നിങ്ങൾ ഓരോരുത്തൻ താന്റെ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കുവിൻ. അതിന് അവർ, ഇത് വെറുതെ, ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം നിരൂപണങ്ങൾ അനുസരിച്ച് നടക്കും. ഞങ്ങളിൽ ഓരോരുത്തൻ താന്റെ ദുഷ്ടഹൃദയത്തിലെ സാധ്യം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജാതികളുടെ ഇടയിൽ ചെന്ന് അന്വേഷിപ്പീൻ. ഇങ്ങനെയുള്ളത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇസ്രായേൽ കന്യക അതിഭയങ്കരമായുള്ളത് ചെയ്തിരിക്കുന്നു. ലബാനോനിലെ ഹിമം വയലിലെ പാറയെ വിട്ടുപോകുമോ? അന്യദേശത്ത് നിന്ന് ഒഴുകി വരുന്ന തണുത്ത വെള്ളം വറ്റിപ്പോകുമോ? എന്റെ ജനമോ എന്നെ മറന്ന് മിഥ്യാമൂർത്തികൾക്ക് ധൂപം കാട്ടുന്നു. അവരുടെ വഴികളിൽ, പുരാതന പാതകളിൽ തന്നെ അവർ അവരെ ഇടറി വീഴുമാറാക്കി. അവർ നിരപ്പില്ലാത്ത വഴികളിലും പാതകളിലും നടക്കുന്നു. അവർ അവരുടെ ദേശത്തെ ശൂന്യവും നിത്യപരിഹാസവുമാക്കുന്നു. അതിൽ കൂടി കടന്നു പോകുന്ന ഏവനും സ്തംഭിച്ച് തല കുലുക്കും. കിഴക്കൻ കാറ്റുകൊണ്ടെന്ന പോലെ ഞാൻ അവരെ ശത്രുക്കളുടെ മുമ്പിൽ ചിതറിച്ചു കളയും. അവരുടെ അനർത്ഥ ദിവസത്തിൽ ഞാൻ അവർക്ക് എന്റെ മുഖമല്ല പുറമത്രേ കാണിക്കും. എന്നാൽ അവർ, വരുവിൻ, നമുക്ക് ഇരിമ്യാവിന്റെ നേരെ ഉപായങ്ങളെ ചിന്തിക്കാം. പുരോഹിതന്റെ പക്കൽ ഉപദേശവും ജ്ഞാനിയുടെ പക്കൽ ആലോചനയും പ്രവാചകന്റെ പക്കൽ അരുളപ്പാടുമില്ലാതെ പോകുകയില്ല. വരുവീൻ, നാം അവനെ നാവ് കൊണ്ട് കൊന്നു കളയുക, അവന്റെ വാക്കൊന്നും നാം ശ്രദ്ധിക്കരുത് എന്ന് പറഞ്ഞു. യഹോവേ, എനിക്ക് ചെവി തന്ന് എന്റെ പ്രതിയോഗികളുടെ വാക്ക് കേൾക്കണമേ. നന്മയ്ക്ക് പകരം തിന്മ ചെയ്യാമോ? അവർ എന്റെ പ്രാണഹാനിക്കായിട്ടൊരു കുഴി കുഴിച്ചിരിക്കുന്നു. നിന്റെ കോപം അവരെ വിട്ടുമാറേണ്ടേന് ഞാൻ അവർക്ക് വേണ്ടി നന്മ സംസാരിപ്പാൻ തിരുമുമ്പിൽ നിന്നത് ഓർക്കണമേ. അവരുടെ മക്കളെ ക്ഷാമത്തിന് ഏൽപ്പിച്ചു വാളിനിരയാക്കണമേ. അവരുടെ ഭാര്യമാർ മക്കളില്ലാത്തവരും വിധവമാരുമായി തീരട്ടെ. അവരുടെ പുരുഷന്മാർ മരണത്തിനിരയാകട്ടെ. അവരുടെ യൗവനക്കാർ യുദ്ധത്തിൽ വാളിനാൽ പട്ടുപോകട്ടെ. നീ പെട്ടെന്നൊരു പടക്കൂട്ടത്തെ അവരുടെ മേൽ വരുത്തിയിട്ട് അവരുടെ വീടുകളിൽ നിന്ന് നിലവിളി കേൾക്കുമാറാക്കട്ടെ. അവർ എന്നെ പിടിപ്പാൻ ഒരു കുഴി കുഴിച്ചു, എന്റെ കാലിന് കണി മറച്ചു വെച്ചിരിക്കുന്നുവല്ലോ. യഹോവേ, എന്റെ മരണത്തിനായുള്ള അവരുടെ ആലോചനയൊക്കെ നീ അറിയുന്നു. അവരുടെ അകൃത്യം ക്ഷമിക്കരുതേ. അവരുടെ പാപം നിന്റെ മുമ്പിൽ മായ്ച്ചു കളയരുതേ. അവർ തിരുമുമ്പിൽ ഇടറി വീഴട്ടെ. നിന്റെ കോപത്തിന്റെ കാലത്ത് തന്നെ അവരോട് പ്രവർത്തിക്കണമേ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോ.